നെടുമങ്ങാട് അക്ഷയ് എന്ന ബിരുദ വിദ്യാർത്ഥിയുടെ ജീവനെടുത്തത് KSEBിയുടെയും അധികൃതരുടെയും അനാസ്ഥ. കാലപ്പഴക്കമുള്ള ഇലക്ട്രിക് പോസ്റ്റ് മാറ്റണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല. റബ്ബർ മരം മുറിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഒരു പരിധിയിലധികം ഇടപെടാൻ സാധിക്കില്ലെന്ന് KSEB അറിയിച്ചതായും വാർഡ് മെമ്പർ പറഞ്ഞു. ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയാണ് അക്ഷയ് എന്ന ഈ 19 വയസ്സുകാരുടെ ജീവനെടുത്തതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതിന്റെ സാഹചര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമാകുന്നത്. ഈ കാണുന്നത് പോലെ ഈ കാണുന്ന റബ്ബർ മരത്തിന്റെ ശിഖരമുടിഞ്ഞാണ് തൊട്ട് അതിന്റെ അടിയിൽ കൂടി പോകുന്ന ഇലക്ട്രിക് വൈദ്യുതി കമ്പിയിലേക്ക് പതിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കമ്പ്, ഇത്തരത്തിലുള്ള ഒരു ചെറിയ കമ്പ് ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അതിനെ താങ്ങാനുള്ള ശേഷി ഈ ഇലക്ട്രിക് പോസ്റ്റുകൾക്കുണ്ടാകും. പക്ഷേ ഈ കാണുന്ന പോസ്റ്റിന് അത്തരത്തിലുള്ള ശേഷിയില്ലായിരുന്നു. കാരണം ഇതിന്റെ സ്റ്റേ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടതാണ്. ഈ കാണുന്നത് പോലെ ഇതിന്റെ സ്റ്റേ കമ്പി ദ്രവിച്ച് ഒടുങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു നമുക്ക് മനസ്സിലാവും. അതായത് നിലവിൽ ഈ പോസ്റ്റിന് സ്റ്റേ ഇല്ലായിരുന്നു. ഇതിന്റെ സ്റ്റേ കമ്പി തന്നെ അത് ദ്രവിച്ച് അതിന്റെ കമ്പി കണ്ട് അതിന്റെ മോഡിൽ നിന്ന് വിട്ട് നിൽക്കുകയാണ്. അത് എത്രയെങ്കിലും നാളുകൊണ്ട് നിൽക്കുക. അന്നേ പറഞ്ഞിട്ടുള്ള കേസാണ്. ഈ 11 kV ഈ പണി നടക്കുമ്പോഴേ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് മാറ്റി സ്ഥാപിച്ചിട്ടില്ലായിരുന്നു. അപ്പം അതിൽ തന്നെയാണ് തന്നെ ഈ സപ്ലൈ പിടിച്ച് കൊടുത്തേന്നത്. ഇതിപ്പോൾ ഇത് വീഴുന്നപ്പോൾ ഇതിങ്ങോട്ട് വലിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. അതാണ് സപ്ലൈ ഇതിൽ നിന്ന് വിടാത്തത്. അതായത് ഫീസ് പോയിട്ടില്ല. ഈ കമ്പി പൊട്ടിയെന്നെങ്കിൽ ഫീസ് ഓട്ടോമാറ്റിക്കായി കട്ടാവും. പക്ഷെ അത് ചെയ്തിട്ടില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് മറിഞ്ഞതെങ്കിൽ ഇത് ലൈൻ കട്ടായി പോയേനെ. ഇത് അതും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഈ സപ്ലൈ ഇത് വന്ന് ഇതിലുണ്ടായത്. രാത്രി 12:30 കൂടിയാണ് ഈ കേറ്ററിംഗ് തൊഴിലായി പോയ യുവാക്കൾ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും ഈ പൊട്ടി വീണ കമ്പും അതിന്റെ ചുറ്റുമുണ്ടായിരുന്ന ഇലക്ട്രിക് വൈദ്യുതി കമ്പിയുമായി പോസ്റ്റും ഇവരുടെ ഇരുചക്ര വാഹനത്തിലേക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ അക്ഷയ് എന്ന 19 വയസ്സുകാരന് ദാരുണാന്ത്യം ഉണ്ടാകുന്നത്. വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് അടുത്തെത്തിയപ്പോഴാണ് ഒരു പോസ്റ്റും കിടക്കുന്ന റബ്ബർ കിടക്കുന്ന ഒരു മരം ഒടിഞ്ഞ് കിടക്കുന്ന കണ്ടത്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റില്ല. കാരണം അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത്. വേറെ വെളിച്ചമൊന്നുമില്ലായിരുന്നു. ബൈക്കിന്റെ വെട്ടം മാത്രമേ ഉള്ളായിരുന്നു. അത്ര അടുത്തെത്തിയിട്ടാണ് കണ്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ തടിയിൽ ഇടിച്ച് നമ്മൾ രണ്ടുപേര് തെറിച്ച് വീണായിരുന്നു. തെറിച്ച് വീണിട്ട് നമ്മൾ ഇവനെ കിച്ചുവിനെ ചെന്ന് പൊക്കി എടുക്കാൻ ശ്രമിച്ചിട്ടും അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചേട്ടന് ഷോക്കടിച്ച് എനിക്ക് ഷോക്കടിച്ച് അവനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. നമുക്ക് ഈ പോസ്റ്റിന്റെ കാലപ്പഴക്കം ഒന്ന് പരിശോധിക്കണം. കാരണം സാധാരണഗതിയിൽ ഒരു പോസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മളൊരു കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ആയിരുന്നാലും അതിൽ വലിയ രീതിയിൽ കമ്പിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ 2 ചെറിയ കമ്പി മാത്രമാണ് ഈ പോസ്റ്റിന്റെ അകത്ത് ഉള്ളതെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. നാട്ടുകാർ പലതവണ ഈ ഒരു പോസ്റ്റ് മാറ്റുന്നത് സംബന്ധിച്ച് പരാതി പറഞ്ഞതാണ് എന്നുള്ളത് ഈ വാർഡ് മെമ്പറും പന്നൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടി വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിട്ട്, അതായത് നിരന്തരം ഈ നാട്ടുകാർ പരാതിപ്പെട്ടിട്ട് പോലും ഇവിടെ നിന്ന് ഈ പോസ്റ്റ് മാറ്റാനായി KSEB തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അനാസ്ഥ എന്ന് പറയുന്നത്. ഇതിന്റെ സമീപത്തുള്ള പോസ്റ്റുകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സമീപത്തുള്ള പോസ്റ്റുകളൊക്കെ പുതിയതാണ്, അതെല്ലാം മാറ്റിയിട്ടുണ്ട്. പക്ഷേ കാലഹരണപ്പെട്ട ഈ ഒരു പോസ്റ്റ് മാത്രം ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. വലിയൊരു അപകടമാണ് ഈ സ്ഥലത്തുണ്ടായത്. കാരണം ഈ അപകടമുണ്ടായ സ്ഥലത്തിന് സമീപത്തായി മദ്രസ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്താണ് ഇത്രയും വലിയൊരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു അപകടമുണ്ടായി ഒരു 19 വയസ്സുകാരൻ്റെ ജീവൻ എടുത്തിരിക്കുന്നത് ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയാണ് എന്നുള്ള ഒരു കാര്യം കൃത്യമാണ്. പലതവണ നാട്ടുകാർ KSEBിയിൽ പരാതി പറഞ്ഞിരുന്നു. ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റും ഈ റബ്ബർ മരവും മാറ്റണമെന്നുള്ള കാര്യം. പക്ഷേ ഈ KSEBിയുടെ ഭാഗത്ത് നിന്ന് അവരെ അറിയിച്ചിരിക്കുന്നത് ഒരു പരിധിക്കപ്പുറം തങ്ങൾക്ക് ഇടപെടാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് KSEB അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ മിഥുന്റെ മരണത്തിന് ശേഷം നമ്മുടെ നാട് അതീവ ദുഃഖകരമായിരുന്നു. അതിന്റെ ഒരു മിഥുന്റെ ചിത അടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു 19 വയസ്സുകാരൻ്റെ ജീവൻ നമ്മുടെ നാട്ടിൽ നഷ്ടമായിരിക്കുന്നത്. നെല്ലിമുരുകനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.